ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു SFMs. ഞാൻ എൽസ. നമുക്ക് എപ്പോഴും വരുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ആണ് ചന്ദേരി സിൽക്കും മഹേശ്വരി സിൽക്കും കോട്ടനും എല്ലാം ആയിട്ടാണ്. ഒരുപാട് റിക്വസ്റ്റുകളാണ്. ഈ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആണല്ലോ വേണ്ടത്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു റിക്വസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാബ്രിക്സും കാണിച്ചേക്കാന്ന്. അപ്പോൾ ഇന്ന് നമ്മളൊരു മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ചന്ദേരി സിൽക്ക് ഉണ്ട്, മഹേശ്വരി സിൽക്ക്, കോട്ടനിൽ തന്നെ കുറച്ചൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫാബ്രിക്, അതുപോലെ തന്നെ പ്യുർ മൊഡാൽ ഫാബ്രിക്കിൽ ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്ന ഒരു ഫാബ്രിക്. നമ്മൾ ഒരു ഷെയ്ഡ് ഭയങ്കര ഡിമാൻഡിങ് ആയിരുന്നു. അപ്പോൾ അത് നമ്മളൊരു കുറച്ച് പീസസ് ഒരുമിച്ച് ആ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളാം. വാട്സപ്പിൻ്റെ ലിങ്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. ഫസ്റ്റ് വരെ വന്നേക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ അടിപൊളിയായിട്ടുള്ള ലേസ് വർക്കും അതുപോലെ ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള നല്ല സോബർ ടേസ്റ്റിലുള്ള കുറച്ച് സ്യൂട്ട്സ് ആണ് കേട്ടോ. ആൻഡ് ഇത് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് കൊണ്ട് വന്നേക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാളിന് ശേഷമാണ് നമ്മളിനി കൊണ്ടുവരുന്നത്. പക്ഷേ എനിക്ക് കുറേ എൻക്വയറി ഉണ്ട്, അത് പ്ലീസ് കൊണ്ടുവരാമോ, ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുറച്ച് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈപ്പിൽ ഇത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല കേട്ടോ, കുറച്ചുകൂടി ഒരു റേറ്റ് ഉള്ളതാണ്. ആൻഡ് ഇത് വന്നേക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് കോട്ടൺ ആണ്. കോട്ടാഡോറിയാണ് ദുപ്പട്ട വരുന്നത്. കോട്ടൺ ടോപ്പും ബോട്ടവും വന്നേക്കുന്നു. ആൻഡ് ടോപ്പ് ഫാബ്രിക്കിൽ യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു ഹക്കോബ ഫാബ്രിക് കൊണ്ട് ഒരു യോക്ക് കൊടുത്തേക്കാണ്, ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് പ്രിന്റഡ് ആണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് പോയേക്കുവാണ്. ഒരു ഫ്ലോറൽ പ്രിന്റ്, ഒരു ഹാൻഡ് ബ്ലോക്ക് കൊണ്ടുള്ള ഒരു പ്രിന്റാണ്. ആൻഡ് അതിനെ ഇത് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഒരു ലേസും കൊണ്ട്, ഒരു ക്രോഷ്യോ ലേസും കൊണ്ട് അതിനെ ഡീറ്റെയിലിംഗ് കൊടുത്തേക്കുവാണ്. അങ്ങനെയാണ് ടോപ്പ് ഫാബ്രിക് വരുന്നത്. ആൻഡ് ഇതിൻ്റെ എൻഡിലായിട്ടും ഇങ്ങനത്തെ നല്ലൊരു ക്രോഷ്യോ ലേസും കൊണ്ടുള്ള വർക്കുണ്ട്. ഇങ്ങനെ വരുന്നു എൻഡിലായിട്ടുള്ള വർക്ക്. നല്ല ഫാബ്രിക്കാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബാക്കിൽ വർക്കില്ല കേട്ടോ, ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വെറുതെ വരുന്നു. ഫ്രണ്ടിൽ ക്രോഷ് ലേസിന്റെ വർക്കും അതുപോലെ തന്നെ ഹക്കോബ ഫാബ്രിക് ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊണ്ട് നല്ല ഭംഗിയുണ്ടാവും. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു സ്യൂട്ടാണ്. നല്ല ലെങ്ത്തും ഉണ്ട്. നമുക്ക് 48 ലെങ്ത് വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഫാബ്രിക് ഉണ്ട്. 48, 49 വരെ കിട്ടും കേട്ടോ. ആൻഡ് ദുപ്പട്ട വരുന്നത് കോട്ട ഡോറിയ ഫാബ്രിക്കിലാണ്. ഡോറിയ ഫാബ്രിക്കിൽ വന്നിട്ട് ഇങ്ങനെ ക്രോഷ് ലേസിന്റെ വർക്കാണ് പോയേക്കുന്നത്. ഇത് കണ്ടോ, ഇതിന്റെ രണ്ട് സൈഡിലും ക്രോഷ് ലേസിന്റെ വർക്ക് കൊടുത്തേക്കുവാണ്. ഇങ്ങനെ വരുന്നു ലേസിന്റെ വർക്ക്. ആൻഡ് ബാക്കിയെല്ലാം നമ്മൾ നോർമലി നമ്മുടെ കോട്ടഡോറിയ ഫാബ്രിക്കിൽ വരുന്ന പോലെ തന്നെ ഇങ്ങനെ വരുന്നു. ഗോൾഡൻ സെറി വർക്കുണ്ട്, താഴത്തെ ടാസൽസ് ഉണ്ട്. ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും മിക്സ് ആയിട്ടുള്ള പ്രിന്റിലാണ് വരുന്നത്. രണ്ട് സൈഡിലും ക്രോഷ് ലേസ് വരുന്നു. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്, നല്ല ജാൽഡിസായി വരുന്ന, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഫ്ലോറൽ കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു സ്യൂട്ടാണ്. ഈ കോട്ടണിലൊക്കെ ഉണ്ട് ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല രസമല്ലേ കാണാനായിട്ട്. ഒരു സാധാരണ നമ്മൾ ഇടുന്നേക്കാളും ഒരു വ്യത്യാസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആൻഡ് ബോട്ടത്തിലും ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട്. കോട്ടൺ ആണ് ബോട്ടം വരുന്നത്, പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടം. അതിലേക്ക് ഇങ്ങനെയാണ് വർക്ക് വന്നേക്കുന്നത്. അപ്പോൾ താഴത്തേക്ക് നമ്മൾ പെൻസിൽ ബോട്ടം അടിക്കുമ്പോൾ താഴെയായിട്ട് ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ 3 ലെയറായിട്ട് ക്രോഷ് ലേസിന്റെ വർക്ക് കൊടുത്തേക്കുവാണ്. വൈറ്റ് കളറാണ് ബേസ് കളർ വരുന്ന ബോട്ടം. ഞാൻ ടോപ്പിലെ പോലെ പ്രിന്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു. ബോട്ടത്തിന്റെ എൻഡിലായിട്ട് കണ്ടോ ഇങ്ങനെ ഒരു വർക്ക് വരും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക് വന്നേക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റാണ്. ഇതിന്റെ കുറച്ച് ഷെയ്ഡ്സ് നമുക്ക് കാണാം. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ടോപ്പ് ഫാബ്രിക് വരുന്നത്. അതിലേക്കും ഇങ്ങനെ വരുന്നു. ടോപ്പിൽ യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഹക്കോബ ഫാബ്രിക്കും ക്രോഷ് ലേസ് തന്നെ ഹാൻഡ് ബ്ലോക്കും കൊണ്ട് വലിയ ഡിസൈനും കൊടുത്തേക്കുവാണ്. നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ. നല്ല രസമുണ്ട്, എലഗന്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന ഫാബ്രിക്കുമാണ്. ആൻഡ് എൻഡിലായിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ക്രോഷ് ലേസിന്റെ വർക്കും ഉണ്ട്. ബാക്കിൽ പ്ലെയിൻ ആയിട്ട് പ്രിന്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ലേസിന്റെ വർക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വരുന്നു ടോപ്പ്. ദുപ്പട്ട വരുന്നത് കോട്ട ഡോറിയ ഫാബ്രിക്കിൽ ലേസ് വർക്ക് വന്നേക്കുന്നു. ഇത് കോട്ടഡോറിയ നല്ല കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ടോപ്പിലും ദുപ്പട്ടയ്ക്കും ബോട്ടത്തിനും എല്ലാം വന്നേക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ്.
ഇങ്ങനെ വരുന്നു. 2.5 ആണ് ടോപ്പ് ഫാബ്രിക് വരുന്നത്. നല്ല വിത്ത് കൊണ്ട് ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്യാനായിട്ടുള്ള ഫാബ്രിക് കൊണ്ട് ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതാ ഇങ്ങനെയാണ് ക്രോഷ്യോ ലേസിൻ്റെ വർക്ക് വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു ലേസ് വർക്ക്. ആൻഡ് രണ്ട് എൻഡിലുമായിട്ട് ടാസിൽസ് ഉണ്ട് ദുപ്പട്ടയുടെ. ബോട്ടം വന്നേക്കുന്നതും അടിപൊളിയായിട്ടുള്ള വൈറ്റ് കളർ ഫാബ്രിക്കിൽ ഇതുപോലത്തെ പ്രിന്റഡ് ആയിട്ട് വന്നേക്കുന്നു. ടോപ്പിന്റെ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് പ്രിന്റ് വന്നേക്കുന്നത്. ബോട്ടത്തിന്റെ എൻഡിലായിട്ടും ഇതുപോലത്തെ വർക്കുണ്ട്, ലേസിന്റെ വർക്കുണ്ട്. 3 ലെയറായിട്ട് ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക് വരുന്നത്. പ്രൈസ് വരുന്നത് 1750. നെക്സ്റ്റ് വന്നേക്കുന്നത് വൈറ്റ് കളർ ബേസ് ആയിട്ട് വന്നിട്ട് അതിലേക്ക് ഇതാ ബ്ലൂ ആൻഡ് റെഡ് മസ്റ്റർഡ് യെല്ലോ കളറിലേക്കൊക്കെ ഉള്ള വരുന്ന പ്രിന്റ് ആണ് വന്നേക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ യോക്ക് പോർഷനിൽ ഇങ്ങനെ ഇങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഹക്കോബ ഫാബ്രിക്കും ലേസും കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. എൻഡിലായിട്ട് ഹെം ഏരിയയിലായിട്ട് ക്രോഷറ്റ് വർക്കും ഉണ്ട്. ബാക്കിൽ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വന്നേക്കുന്നു. നല്ല ഭംഗിയുള്ള അല്ല അടിപൊളിയായിട്ട് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ദുപ്പട്ടയിലും ആ ക്രോഷറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ബോട്ടം വന്നേക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ഇങ്ങനെ ലേസ് വർക്ക് വന്നേക്കുന്നു. നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം ഫാബ്രിക്കും ആണ്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1750. അടുത്തതൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. നല്ലൊരു എന്താണ് പേസ്റ്റൽ കളർ എന്ന് പറയുന്നത്. ചോക്ലേറ്റ് കളറാണ്. അതിലേക്ക് ഇതാ പിങ്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള, വൈറ്റും പിങ്കും ഗ്രീൻ കളിലുള്ള പ്രിന്റ് പോകുന്നു. യോക്ക് പോർഷനിലായിട്ട് ഇതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതാ വരുന്നു. ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് ഇറങ്ങിയല്ലാട്ടോ ഇരിക്കുന്നത്. നിങ്ങളിതാ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ആ ഒരു യോക്ക് പോലെ നിൽക്കാൻ പാകത്തിനാണ് വർക്ക് കൊടുത്തേക്കുന്നത്. ഞാനിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഇറങ്ങി പോണാണ്. നമ്മൾ കയറ്റി തയ്ച്ച് വരുമ്പോഴത്തേക്കും ഈ ഒരു ലെവലിൽ നിൽക്കും കേട്ടോ. അതിൻ്റെ യോക്ക് ഇങ്ങനെയാണ് ടോപ്പ് ഫാബ്രിക് വന്നേക്കുന്നത്. ആൻഡ് ദുപ്പട്ട വരുന്നതും സെയിം ഒരു വൈറ്റ് കളർ ബേസ് കളർ വന്നിട്ട് ചോക്ലേറ്റ് ബ്രൗൺ ടോപ്പിന്റെ കളറിലുള്ള ആ ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്കാണ് ദുപ്പട്ട വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ദുപ്പട്ട നല്ല രസമില്ലേ കാണാൻ. ഇങ്ങനെ വരുന്നു. രണ്ട് സൈഡിലും ആ ലേസും ഒക്കെ വന്നേക്കുമ്പോൾ നല്ലൊരു ആ ഒരു കോട്ടണിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യം ലുക്കായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പീസാണ്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. അടിപൊളിയാണ് കേട്ടോ കാണാൻ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് വൈറ്റ് കളർ ഫാബ്രിക്കിൽ ചോക്ലേറ്റ് ബ്രൗൺ ആൻഡ് പിങ്ക് കളറിലുള്ള പ്രിന്റഡ് ആയിട്ട് പോകുന്നു. ആൻഡ് ബോട്ടമിൻ്റെ എൻഡിലായിട്ട് ക്രോഷറ്റ് ലേസിൻ്റെ വർക്കും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോട്ടം ഫാബ്രിക്. ഫുൾ സെറ്റിൻ്റെ ലുക്ക് ഇങ്ങനെ വരുന്നു. പ്രൈസ് വരുന്നത് 1750. അടുത്തൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ്. റെഡ് കളറിലേക്ക് ഇങ്ങനെയാണ് ഫുള്ളി പ്രിന്റഡ് ആയിട്ടുള്ള ജാർ ഡിസൈൻ പോലെ പോകുന്നു. അതിൻ്റെ യോക്ക് പോർഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഒരു യു ഷേപ്പിലാണ് ഇതിൻ്റെ യോക്ക് പോർഷൻ കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് അതിലേക്ക് പ്രിന്റ് ഇങ്ങനെ വരുന്നു. ഇത് ഹക്കോബ ഫാബ്രിക് അല്ല കേട്ടോ. ഇതിങ്ങനെ കാന്താ സ്റ്റിച്ച് പോലെ പ്ലീറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ടൈപ്പ് ഫാബ്രിക് ആണ് അതിലേക്ക് യോക്ക് പോർഷനിൽ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പ്രിന്റഡ് ആയിട്ട് വരുന്നു. ഹെം ഏരിയയിൽ ഇങ്ങനെ വന്നേക്കുന്നു. ആ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ഉള്ളൊരിതും അതുപോലെ തന്നെ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ടോപ്പ്. ഇത് കയറി ഇരിക്കുമ്പോൾ നല്ല കറക്റ്റ് ആ ഒരു ഷേപ്പിന് ഇരിക്കും കേട്ടോ. കയറി നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു നല്ലൊരു ഷേപ്പിന് ഉണ്ടാവും. നമുക്ക് നല്ല വൈഡിനൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ബോട്ടിനൊക്കെ ഏത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ടൈപ്പാണ്. ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് വൈറ്റ് കളറിലുള്ള ബേസ് വന്നിട്ട് റെഡ് കളറിലുള്ള പ്രിന്റഡ് ആയിട്ട് പോകുന്നു. ഇങ്ങനെയാണ് ദുപ്പട്ട. രണ്ട് സൈഡിലും ലേസ് വർക്കും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ആൻഡ് ബോട്ടം വന്നേക്കുന്ന സ്ട്രൈപ്സ് വന്നേക്കുന്നത് റെഡ് കളറിൽ മെറൂൺ വൈറ്റ് ആൻഡ് റെഡ് കളറിലുള്ള സ്ട്രൈപ്സ് വന്നേക്കുന്നു. അടിയിലായിട്ട് ഇങ്ങനത്തെ വർക്ക് വന്നിട്ടുണ്ട്. 3ലും വർക്ക് ഉണ്ട് കേട്ടോ. ലേസിൻ്റെ വർക്ക് ഇങ്ങനെ വരുന്നു. ഫുൾ സെറ്റിൻ്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1750. അടുത്തതൊരു പേസ്റ്റൽ ലാവൻഡർ ടോണാണ്. ഒരു ഡസ്റ്റി ലാവൻഡർ എന്ന് പറയാം. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അതിലേക്ക് ഇങ്ങനെ വരുന്നു പ്രിന്റ്. നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ. ആൻഡ് യോക്ക് പോർഷനിൽ ഇങ്ങനെയാണ് വർക്ക് പോയേക്കുന്നത്. ഇതിൽ
ഹക്കോബ ഫാബ്രിക്കിലാണ് കേട്ടോ ചെയ്തേക്കുന്ന വർക്ക്. ആൻഡ് ക്രോഷറ്റ് ലേസിൻ്റെ വർക്ക് പോകുന്നുണ്ട്. താഴെയായിട്ട് ലേസ് വർക്ക് ഉണ്ട്. ബാക്കിൽ ഓൾ ഓവർ പ്രിന്റഡ് ആയിട്ട് വന്നേക്കുന്നു. ഇങ്ങനെയാണ് ടോപ്പ് ഫാബ്രിക്. ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെയാണ്. വൈറ്റ് കളർ ബേസ് കളർ വന്നിട്ട് ആ ഒരു ടോപ്പിൻ്റെ കളറിൽ തന്നെ ആ ഒരു കളർ കോമ്പിനേഷനിൽ വന്നേക്കുന്ന സെയിം പ്രിന്റുമാണ് വന്നേക്കുന്നത്. ആൻഡ് രണ്ട് സൈഡിലായിട്ട് എന്താ ഇങ്ങനെ ലേസിൻ്റെ വർക്കുണ്ട്, ടാസൽസും ഉണ്ട് ദുപ്പട്ടയിൽ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് കേട്ടോ. ബോട്ടം നോക്കി അവർ ലേസ് വർക്ക് നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. ഇത് ഒരു ഡസ്റ്റി ലാവൻഡർ ടോണിലേക്കാണ് ബോട്ടം ഫാബ്രിക് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ. ടോപ്പും ദുപ്പട്ടയും ബോട്ടം എല്ലാം അതെ ഇങ്ങനെ വരുന്നു. ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1750. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഡസ്റ്റി പേസ്റ്റൽ ടോൺ ആണ്. ഒരു ഓഫ് വൈറ്റും അതിൻ്റെ ഒരു എന്താണ് റോസ് ഗോൾഡും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഒരു ലൈറ്റ് ഒരു പേസ്റ്റൽ കളറാണ്. ആൻഡ് അതിലേക്ക് ഇതാ ഇങ്ങനെ വരുന്നു. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ അതിൻ്റെ യോക്ക് പോർഷനിൽ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പ്. ബാക്ക് പോർഷനിൽ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ ലുക്ക്. എല്ലാത്തിലും ഒരു വൈറ്റ് കളറുള്ള ദുപ്പട്ടയാണ് കേട്ടോ ബേസ് കളർ വന്നേക്കുന്നത്. അതിലേക്ക് ആ ഒരു ടോപ്പിൻ്റെ കളറിലും സെയിം പ്രിന്റിങ്ങിലുമാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. എല്ലാവർക്കും ചേരുന്ന ഒരു ടൈപ്പ് കളറുമാണ്. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ആ ഒരു സെയിം കളറിൽ. കളറ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ വരുന്നു കളറ്. ആ ലേസിൻ്റെ വർക്ക് ഇങ്ങനെയാണ് ഫുൾ സെറ്റിൻ്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1750. അടുത്തത് ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന കുറച്ച് സ്യൂട്ട്സ് കാണാം. കുറേ പേര് ചന്ദേരി സിൽക്കിന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആക്കാന്ന്. അപ്പോൾ അതായതാണ് ചന്ദേരി സിൽക്കിൽ വന്നേക്കുന്നത്. ബ്ലാക്കിന് നമ്മൾ ലാസ്റ്റ് ടൈം ഇട്ടിട്ട് 2 ആഴ്ച മുമ്പാണ് ഇട്ടിട്ട് ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടൈപ്പിൽ എപ്പോഴും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചാടി എടുത്തോളൂ കേട്ടോ. ഇങ്ങനെ വരുന്നു. ബ്ലാക്കിൽ ഫുള്ളി ജാർ ഡിസൈൻ, നല്ല ജെറ്റ് ബ്ലാക്ക് ടോണാണ്. അതിലേക്ക് ബേജ് ആൻഡ് ഒരു മെറൂൺ കളറിലാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നിങ്ങളുണ്ടല്ലോ ഈ ഷെയ്ഡ്സ് എല്ലാം എനിക്ക് ഇതിൽ കൂടുതൽ മാക്സിമം എക്സാക്ട് കളർ കാണിക്കാൻ പറ്റത്തില്ല. വീഡിയോയിൽ ഞാൻ അത്രയും ക്ലോസ് ആയിട്ട് വന്ന് കാണിക്കുന്നുണ്ട് എല്ലാ ഫാബ്രിക്കിൻ്റെ കളറും അതുപോലെ തന്നെ എന്താണ് പ്രിന്റും എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ചോദിച്ചിട്ട് ഓർഡർ ചെയ്യുക. ആൻഡ് സൈഡിലായിട്ട് ഇങ്ങനെ വരുന്നു പ്രിന്റ്, ബോർഡർ കൊടുത്തേക്കുന്നത്. ആൻഡ് ബാക്കിൽ ഫുള്ളി ഇങ്ങനത്തെ പ്രിന്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ജെറ്റ് ബ്ലാക്ക് ടോണിലാണ് വന്നേക്കുന്നത് കേട്ടോ. ആൻഡ് ചന്ദേരി സിൽക്കിന് ഭയങ്കരമായിട്ടുള്ള ഒരു സിൽക്കിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഫിനിഷിംഗ് അല്ല കേട്ടോ. നിങ്ങൾ ടസർ സിൽക്കിന്റെ അത്രയും ഫിനിഷിങ്ങോ അല്ലെങ്കിൽ സിൽക്കിന്റെ ആ ഒരു ലുക്ക് എക്സ്പെക്ട് ചെയ്യരുത്. ചന്ദേരി സിൽക്കിന്റെ ആ ഒരു ലുക്കാണ് എക്സ്പെക്ട് ചെയ്യാമുള്ളൂ. വീഡിയോയിൽ കുറച്ചും കൂടെ ഒരു സിൽക്കി ഫീലാണ് തോന്നുന്നു. ഇത് കിട്ടിയവരൊന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടുക കേട്ടോ. എനിക്ക് എല്ലാം നല്ല റിവ്യൂസ് കിട്ടിയിരിക്കുന്ന ഒരു മെറ്റീരിയലാണിത്. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയില്ലേ ദുപ്പട്ട കാണാൻ? നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു സെറ്റാണ്. ദുപ്പട്ടയുടെ ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ബേജ് ആണ്. അതിലേക്ക് ഒരു ചെറിയൊരു സിൽക്കിന്റെ ഫീലും ആ മെറൂണിന്റെ ചെറിയൊരു ടിൻറ്റും കൂടെ വരുമ്പോഴത്തേക്കും ആ ഒരു ടൈപ്പിലുള്ളൊരു ബേജ് കളറാണ് വന്നേക്കുന്നത്. ആൻഡ് എൻഡിലായിട്ട് ടോപ്പിന്റെ കളറിൽ ആ ഒരു പ്രിന്റിങ്ങിലുമാണ് എൻഡിൽ വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ബോട്ടം ഫാബ്രിക് കോട്ടൺ ആണ്. കോട്ടണിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഇങ്ങനെയാണ് പ്രിന്റ് വന്നേക്കുന്നത്. ബേജ് കളറിൽ ഒരു ഡാർക്ക് ബേജ് കളറിലേക്ക് മെറൂൺ കളറിലൊരു ടിൻറ്റ് വന്നേക്കുന്നു. ആൻഡ് സൈഡിലായിട്ട് അതിൻ്റെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ബോട്ടമിൻ്റെ എൻഡിൽ ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും ആ ഒരു പെൻസിൽ ബോട്ടത്തിൻ്റെ. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റ് ലുക്ക്. പ്രൈസ് വരുന്നത് 1980. ചന്ദേരി സിൽക്കിൽ അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റാണ് ഹാൻഡ് ഷിബോരി പ്രിന്റ് വരുന്നത്. നമ്മൾ എപ്പോഴും ജാൾ ഡിസൈനും അതുപോലെ തന്നെ ഫ്ലോറൽ കൈൻഡ് ഓഫ് പ്രിന്റ് ഒക്കെ അല്ലേ കാണുന്നത്. ഇത് ഹാൻഡ് ഷിബോരിയ പ്രിന്റ് ആണ് വന്നേക്കുന്നത്. അതിലേക്ക് നല്ല ഒരു എന്താ പറയുക ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ്. ഗ്രീൻ ഒരു ലീഫ്, നല്ലൊരു ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഒരു ബോട്ടിൽ ഗ്രീനും അതുപോലെ റാണി പിങ്ക് കളറിലും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് ഷിബോരി പ്രിന്റ് ആണ് കേട്ടോ. ആൻഡ് ബാക്കിലും ഫ്രണ്ടിലും എല്ലാം ഇങ്ങനെയാണ് പ്രിന്റഡ് ആയിട്ട് വന്നേക്കുന്നു. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. ഇങ്ങനെ വരുന്നു ടോപ്പ് ഫാബ്രിക്. എന്ത് ഭംഗിയുള്ള ദുപ്പട്ട നോക്കി. അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് റാണി കളറിലേക്കാണ് ദുപ്പട്ട വന്നേക്കുന്നത്. റെഡ് റാണി കളറിൽ ഇതാ ഇങ്ങനെയാണ് ഗ്രീൻ കളറിലുള്ള ഇങ്ങനെ പ്രിന്റ് പോകുന്നു. സൈഡിലായിട്ട് ഗോൾഡൻ ചെറി വർക്ക് പോകുന്നുണ്ട്. താഴെയായിട്ട് ടോപ്പിന്റെ ഫാബ്രിക്കിൽ ആ ഒരു സെയിം പ്രിന്റിംഗ് ആണ് പോയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചന്ദേരി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ലൊരു എന്താ പറയുക നല്ല ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത്. ഗ്രീനും ആ ഒരു
റെഡ് റാണി കളറും. ബോട്ടം വരുന്ന ഈ ടൈപ്പിലെല്ലാം ബോട്ടംസ് പ്ലെയിൻ ആയിരിക്കും. പ്ലെയിൻ കളറിൽ കോട്ടൺ ഫാബ്രിക്കിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. അടിപൊളിയായിട്ടുള്ള സെറ്റാണ്, മിസ്സാക്കരുത്. പ്രൈസ് വരുന്നത് 1980. അടുത്തതും ഈ ഒരു ടൈപ്പിൽ വരുന്ന ഒരു പ്രിന്റിംഗ് ആണ് കേട്ടോ. ഇത് നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡാണ്. അടിപൊളിയായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മാംഗോ യെല്ലോ ഷെയ്ഡ്. നല്ല നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കുന്ന ടൈപ്പാണ്. അതിലേക്ക് ഗ്രേ ആണ്. ഇത് ഈ പറഞ്ഞ പോലെ അടിപൊളി കളർ കോമ്പിനേഷനാണ്. ഇതാ ഇങ്ങനെ വരുന്നു. ഗ്രേ ആൻഡ് ഒരു ഓഫ് വൈറ്റ് കളറിലേക്കാണ് പ്രിന്റിങ് പോയിക്കുന്നത്. ഫുള്ളി ഇങ്ങനത്തെ പ്രിന്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു ടോപ്പ് ഫാബ്രിക്. ദുപ്പട്ട വന്നേക്കുന്നത് യെല്ലോ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലേക്ക്. അടിപൊളി കളർ കോമ്പിനേഷൻ അല്ലേ, യെല്ലോയും ഗ്രേയും. ഒരു മാംഗോ യെല്ലോ ആണ്, നല്ല രസമുള്ളൊരു മാംഗോ യെല്ലോ ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു പ്രിന്റ്. നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റിംഗ് ആണ് കേട്ടോ. നല്ലൊരു കളറാണ്, നല്ല ബ്രൈറ്റ് ആകും നമ്മുടെ ഫേസിനെ. ഇങ്ങനെ വരുന്നു പ്രിന്റ്. ബോട്ടം വന്നേക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്രേ കളറിലേക്കാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേറെയും ബോട്ടത്തിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു കളർ. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക് വരുന്നത്. പ്രൈസ് വരുന്നത് 1980. മാർബിൾ പ്രിന്റിങ്ങിൽ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള സെറ്റാണ് അടുത്ത് വന്നേക്കുന്നത്. ഇതാ ഇങ്ങനെ വരുന്നു. നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആൻഡ് ഒരു പേസ്റ്റൽ പീച്ച് ടോണിലേക്കാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. അതിൻ്റെ ബാക്കിലും എല്ലാം ഇങ്ങനത്തെ മാർബിൾ പ്രിന്റിങ് വന്നേക്കുന്നു. നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള, നമ്മൾ ചന്ദേരി സിൽക്കിൽ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്ന 3 നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റിങ്ങാണ്. നമ്മളെപ്പോഴും കാണുന്ന പ്രിന്റിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് വന്നേക്കുന്നത്. ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ ഇങ്ങനത്തെ മാർബിൾ പ്രിന്റിങ് വന്നേക്കുന്നു. സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് വന്നേക്കുന്നത്. അടിപൊളിയായിട്ടില്ലേ കളറ്. നല്ലൊരു കളർ കോമ്പിനേഷൻ, യെല്ലോയും ആ ഒരു പീച്ച് ടോണും കൂടെ. ഇങ്ങനെ വരുന്നു. പീച്ചിൽ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് പീച്ച് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെയൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇങ്ങനെയാണ് കളർ വരുന്നതിൻ്റെ. ഇതാ ഇതിന് ടാസൽസും ഉണ്ട്, ടാസൽസും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വന്നേക്കുന്നത് മാർബിൾ പ്രിന്റിങ്ങിലാണ്. ഫുള്ളി ഒരു എന്താണ് അടിപൊളിയായിട്ട്, നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. അതിങ്ങനെ വരുന്നു. കോട്ടൺ ഫാബ്രിക്കിൽ ഇങ്ങനെ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ മാർബിൾ പ്രിന്റിംഗ് ആണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1980. അടുത്തത് കോട്ടന്റെ കുറച്ച് കാണാം. കോട്ടണിൽ കോട്ടഡോറിയ ദുപ്പട്ട വരുന്ന സ്യൂട്ട്സ് കാണിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിത് നിർത്തിയപ്പോൾ മുതൽ ഭയങ്കര എൻക്വയറി ആണ്. അത് എന്ന് കൊണ്ടുവരും എന്ന് ചോദിച്ചു ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ഗ്യാപ്പിന് ശേഷം കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഇപ്പോൾ കുറേ പേര് ആവശ്യക്കാരുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കളക്ഷൻസ് ഇതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പും കോട്ടും വന്നിട്ട് ദുപ്പട്ട വരുന്നത് കോട്ടഡോറിയ ഫാബ്രിക്കിലാണ്. ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്നു. ഫുള്ളി പ്രിന്റഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഡസ്റ്റി മസ്റ്റാർഡ് എല്ലാം ആണ്. അതിലേക്ക് പിങ്ക് ആൻഡ് ഗ്രീൻ കളറിലാണ് പ്രിന്റ് പോയേക്കുന്നത്. 2.5 ആണ് ടോപ്പ് ഫാബ്രിക് വന്നേക്കുന്നത്. ഇതാ ഫുള്ളി ഇങ്ങനത്തെ പ്രിന്റഡ് ആയിട്ട് വരുന്നു. ആൻഡ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ ഓൾസോ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു ടോപ്പ് ഫാബ്രിക്. 2.5 ആണ് കേട്ടോ ടോപ്പ് വരുന്നത്. ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ഇതാണ് ദുപ്പട്ടയുടെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. ഈ ഒരു സെൻറ്റർ പോർഷനിൽ കുറച്ച് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് അതിൻ്റെ പ്രിന്റ് വന്നേക്കുന്നത്. സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു പ്രിന്റിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. താഴെയായിട്ട് ടോപ്പിൻ്റെ ആ ഒരു സെയിം പ്രിന്റിങ് വന്നേക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടഡോറിയാണ്. സ്റ്റിഫായിട്ടുള്ള കോട്ടയല്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ടൈപ്പ് ഫാബ്രിക് ആണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ മോർ കളക്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബോട്ടം ഫാബ്രിക് നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്നു. പ്രിന്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റിൻ്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1350. ഒരു വാഴയില പച്ച കളറിലേക്ക് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സെറ്റാണ് എടുത്തത്. ഇങ്ങനെ വരുന്നു. ഫുള്ളി പ്രിന്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അതിലേക്ക് ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ഫുള്ളി ഇങ്ങനത്തെ പ്രിന്റഡ് ആയിട്ട് വന്നേക്കുന്നു. ആൻഡ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തെടുക്കാം. ഇങ്ങനെ വരുന്നു ടോപ്പ് ഫാബ്രിക്. ദുപ്പട്ട വന്നേക്കുന്നതും ഗ്രീൻ കളറിൽ തന്നെ കോട്ടാഡോറിയ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടാഡോറിയാണ് ദുപ്പട്ടയുടെ ഫാബ്രിക്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ലൊരു അടിപൊളി കളറല്ലേ, നല്ല രസമുണ്ട് കളർ കാണാൻ. ഈ ഒരു ടൈപ്പിലൊക്കെ ഭയങ്കര അടിപൊളി കളേഴ്സ് ആട്ടോ വരുന്നത്. ഇങ്ങനെ വരുന്നു ബോട്ടം കോട്ടൺ ഫാബ്രിക്കിൽ പ്രിന്റഡ് ആയിട്ട് ആ ഒരു സെയിം ഗ്രീൻ കളറിലേക്ക് തന്നെ വരുന്നു.
ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1350. അടുത്തത് ഒരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡാണ്. ഒരു ഗ്രേ മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഇല്ലേ, ഒരു ബ്ലൂയിഷ് ഗ്രേ എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു പ്രിന്റിങ്. ഒരു ഡസ്റ്റി ചാർട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ്. ആൻഡ് സൈഡിലായിട്ട് ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും ഓൾ ഓവർ പ്രിന്റഡ് ആയിട്ട് വന്നേക്കുന്നു. ഇങ്ങനെയാണ് ടോപ്പിന്റെ ലുക്ക് വരുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് സെയിം ആ ഒരു ഷെയ്ഡിലേക്ക് തന്നെയാണ്. ഇതിന്റെ എല്ലാം സെയിം ഷെയ്ഡിലാണ് ദുപ്പട്ടയും ബോട്ടം സിംഗിൾ കളറിലാണ് വന്നേക്കുന്നത്. ഇതാ ദുപ്പട്ട ഇങ്ങനത്തെ പോൾക്കാ ഡോട്ട്സ് വന്നേക്കുന്ന ടൈപ്പിലുള്ള ദുപ്പട്ടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നു. ആ ഒരു പ്രത്യേക തരം ഒരു കളറാണ്. ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു. ബോട്ടം വരുന്നത് ബ്ലൂ ഷെയ്ഡിൽ തന്നെ പോൾക്കാ ഡോട്ട്സ് വന്നേക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. നെക്സ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു പേസ്റ്റൽ ഓറഞ്ച് ആണ്. അതിലേക്ക് ഫുള്ളി ജാൽ ഡിസൈൻ പോകുന്നു. ആ ഒരു പീച്ചും ആ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു പ്രിന്റിംഗ് ആണ് കേട്ടോ പോയിക്കുന്നത്. ഇങ്ങനെ വരുന്നു. സൈഡിലായിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളി പ്രിന്റഡ് ആയിട്ട് വരുന്നു. ബാക്കിലും ഫ്രണ്ടിലും എല്ലാം പ്രിന്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പ് ഫാബ്രിക്. ദുപ്പട്ട വരുന്നതും ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ തന്നെ കോട്ടാഡോറിയ ഫാബ്രിക്കിലേക്ക് വരുന്നു. വിത്ത് ടാസൽസ് ആണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ആണ് കേട്ടോ ഇതെല്ലാം പോയേക്കുന്നത്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല രസമല്ലേ കാണാൻ. ടോപ്പിന്റെ എൻഡിലായിട്ട് ദുപ്പട്ടയുടെ എൻഡിലായിട്ട് ടോപ്പിന്റെ പോലത്തെ പ്രിന്റിംഗ് ആണ് പോയേക്കുന്നത്. ടാസൽസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റ്. ബോട്ടം വന്നേക്കുന്നത് ഓറഞ്ച് ഷെയ്ഡിൽ തന്നെ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള പ്രിന്റിങ്. നല്ല രസമുള്ള പ്രിന്റിംഗ് ആണ് പോയിക്കുന്നത്. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1350. അടുത്തത് മഹേശ്വരി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതാണ്. നിങ്ങൾക്കിത് ഫാബ്രിക് മാറി പോരുത് കേട്ടോ. ഓരോന്ന് കാണിക്കുമ്പോൾ ഫാബ്രിക് മാറി പോരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് കുറച്ച് മഹേശ്വരി സ്യൂട്ട്സ് ആണ്. ഇത് വന്നേക്കുന്ന ഒരു ബ്ലൂ ആണ്. നല്ലൊരു ഇങ്ങനെ വരുന്നു ബ്ലൂ. ഒരു ഇങ്ക് ബ്ലൂയുടെ ഡാർക്ക് ബ്ലൂ. അതിലേക്ക് റെഡ് കളർ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിംഗ് ആണ് പോയിക്കുന്നത്. റെഡ് ആൻഡ് നല്ലൊരു ഒരു റെഡിഷ് മെറൂൺ കളർ ഉണ്ടല്ലോ, അതിലേക്കാണ് പ്രിന്റിങ് പോയിക്കുന്നത്. സൈഡിലായിട്ട് ഇങ്ങനെ പോയിക്കുന്നു. ബോർഡർ കൊടുത്തിട്ടുണ്ട്. മഹേശ്വരി സിൽക്കിന്റെ പോലെയുള്ള ബോർഡറും അവൈലബിൾ ആണ്. ഇങ്ങനെ വരുന്നു. ഫുള്ളി പ്രിന്റഡ് ആയിട്ട് വരുന്നു കേട്ടോ. മഹേശ്വരി സിൽക്ക് നമ്മൾ കാണിച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിരുന്നു. അപ്പോൾ കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട് മഹേശ്വരി സിൽക്കിന്റെ ഇനി വീഡിയോ എന്താണ്, എനിക്ക് കുറച്ച് വേണമായിരുന്നു, ഏതെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ലൊരു ബേജ് കളറിലേക്ക് അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രിന്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, നല്ല രസമുള്ള സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ഫാബ്രിക്കും ആണ്. ഇങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ദുപ്പട്ട. ബോട്ടം വന്നേക്കുന്നത് വൈറ്റ് കളറാണ്. ഒരു മിൽക്കി വൈറ്റ് കളറിലേക്ക് ഇങ്ങനെ വരുന്നു പ്രിന്റിങ്. ഗ്രീൻ ആൻഡ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് പ്രിന്റിങ് പോയേക്കുന്നത്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. ദുപ്പട്ടയുടെ എൻഡിൽ കണ്ടോ പ്രിന്റിങ്. നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഹാൻഡ് ബ്ലോക്സ് ആണ് കേട്ടോ. നല്ല എന്താ പറയണേ, അടിപൊളിയായിട്ടുള്ള സ്യൂട്ടാണ്. നല്ല ഒതുങ്ങി നിൽക്കുന്നത് നല്ല ഫിഗർ ഫിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റുന്ന ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 2200. അടിപൊളിയായിട്ടുള്ള ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ അടുത്തത്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ആണ്. ഭയങ്കര ബ്രൈറ്റും അല്ല, പക്ഷെ ഭയങ്കര സട്ടിലും അല്ലാതെ നല്ല രസമുള്ള ഒരു കളർ. അല്ലെങ്കിൽ ജാൻ ഡിസൈൻ ആണ് പോയിക്കുന്നത്. ഇങ്ങനെ വരുന്നു പ്രിന്റിങ്. ഒരു പീച്ച് ആൻഡ് ഒരു ഡാർക്ക് ഒരു ലാവൻഡർ ഷെയ്ഡിലേക്കാണ് പ്രിന്റിങ് വരുന്നത്. ബാക്കിലും ഫ്രണ്ടിലും ഓൾ ഓവർ ഇങ്ങനത്തെ പ്രിന്റ് ആണ്. ബോർഡർ ഓൾസോ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു ടോപ്പ് ഫാബ്രിക്. ദുപ്പട്ട വരുന്നത് സെയിം ആ ഒരു പ്രിന്റിങ്ങിൽ തന്നെയാണ്. സെയിം കളർ കോമ്പിനേഷനിലേക്ക് വരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണ്. ഓക്കെ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അടിപൊളിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പുമാണ് ദുപ്പട്ട. ആൻഡ് എൻഡിലായിട്ട് ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ. നല്ലൊരു കളറല്ലേ കാണാൻ. ഈ ഒരു ഷെയ്ഡ് നമ്മൾ ഏത് ഫാബ്രിക്കിൽ ഇട്ടാലും ഭയങ്കര എൻക്വയറി ഉണ്ടാവുന്നൊരു കളറാണ്. ഇങ്ങനെ വരുന്നു. എല്ലാവർക്കും ചേരുമല്ലോ. ലാവൻഡർ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര തെറിച്ച് നിൽക്കുന്ന ലാവൻഡർ അല്ല, നല്ല സട്ടിലായിട്ട് നിൽക്കുന്ന ഡാർക്കും ലൈറ്റും മിക്സ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഏത് സ്കിൻ ടോൺസിനും ചേരും. ബോട്ടം വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ്. ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വന്നേക്കുന്നു. അടിപൊളിയാണ് കേട്ടോ. നല്ല ഭയങ്കര ഭംഗിയുള്ള ഹാൻഡ് ബ്ലോക്സ് ആണ് പോയിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 2200.
അടുത്തത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മാംഗോ യെല്ലോ ഷെയ്ഡാണ്. മാംഗോ യെല്ലോ നമുക്ക് ആ ഒരു സിൽക്ക് ഫാബ്രിക്കിലേക്ക് വന്നേക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. നമുക്ക് തിന്നാൻ തോന്നുന്ന ഒരു ടൈപ്പ് കളറില്ല, അങ്ങനത്തെ ഒരു കളറാണ്. അതിലേക്ക് ഇതാ ബോർഡർ ഇങ്ങനെ വരുന്നു. ആ ഒരു ഗോൾഡൻ ചെറി മഹേശ്വരി സിൽക്കിൽ കാണുന്ന പോലത്തെ ബോർഡറും അതുപോലെ തന്നെ ഇങ്ങനത്തെ ചെറിയൊരു ബോർഡറും വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഇതിൻ്റെ ഈ റൗണ്ട് വന്നേക്കുന്നത് അതിൻ്റെ ഫോൾഡിങ് ആണ് കേട്ടോ. അത് നിങ്ങൾ അയൺ ചെയ്യുമ്പോൾ ഇതാവുന്ന ഡിസൈനൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ വരുന്നു. ബാക്കിലും ഫ്രണ്ടിലും ഇങ്ങനെ വന്നേക്കുന്നു. ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു സോഫ്റ്റ് ആണ്. ഇതിൻ്റെയൊക്കെ ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക് ആണ്. നല്ല സുഖമാണ് ഇടാനായിട്ട്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഒരു ഗോൾഡനിഷ് ബേജ് കളറിലേക്ക് വലിയ പ്രിന്റുകളാണ് പോയിക്കുന്നത്. ആൻഡ് എൻഡിലായിട്ട് ഇങ്ങനെ വരുന്നു. ടാസൽസ് ഒന്നുമില്ല കേട്ടോ. മഹേശ്വരി സിൽക്കിലെ ടാസൽസ് ഇല്ല. ഇങ്ങനെയാണ് ദുപ്പട്ട വന്നേക്കുന്നത്. അടിപൊളിയായിട്ടുള്ള സെറ്റാണ് കേട്ടോ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഒരു മിൽക്കി വൈറ്റ് ടോണിലേക്ക് യെല്ലോ ആൻഡ് ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്കാണ് പ്രിന്റിങ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിൻ്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 2200. അടുത്തത് അടിപൊളിയായിട്ടുള്ളൊരു വൈറ്റും ഒരു ഗോൾഡൻ കളറും കൂടി കയറി, ഒരു മിൽക്കി വൈറ്റും ഗോൾഡൻ കളറും കൂടി വരുന്ന ഒരു സിൽക്കി ഫാബ്രിക്കിലേക്ക് വരുമ്പോഴുള്ളൊരു കളർ ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡാണ്. നല്ലൊരു ബേജ് കളർ. അതിലേക്ക് ഇതാ ജാർ ഡിസൈൻ പോലെ പീച്ച് ആൻഡ് ഗ്രീൻ, ലീഫ് ഗ്രീൻ, യെല്ലോ ആ ഒരു ഷെയ്ഡിലേക്കൊക്കെ ഫുള്ളി ഇങ്ങനത്തെ പ്രിന്റഡ് ആയിട്ട് പോയിക്കുന്നു. ആൻഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് എൻ്റെ ബോർഡർ. ബാക്കിൽ ഇതാ ഇങ്ങനെ വരുന്നു. ഈ ഒരു കളക്ഷൻസിനൊക്കെ ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ് നമ്മുടെ വീഡിയോയ്ക്ക്. എല്ലാവരും ഭയങ്കര എന്താ പറയണേ, എല്ലാവരും വന്ന് മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടി. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പും കൂടെ ഒരു മെസ്സേജ് ഞാൻ റിസീവ് ചെയ്തേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്ത് കിട്ടി, ആ ടൈപ്പിന് വെയിറ്റിംഗ് ആണ്, ഇന്ന് വീഡിയോ ഇല്ലെന്നൊക്കെ ചോദിച്ചു ഭയങ്കര എൻക്വയറി ആണ് വീഡിയോ കാണാത്തതുകൊണ്ടൊക്കെ. ഇതാ ഇങ്ങനെ വരുന്നത്. ചെറിയ ട്രാവലിലായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ലാസ്റ്റ് ദിവസത്തെ 2 വീഡിയോ മിസ്സായി കേട്ടോ. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ആ ഒരു സെയിം കളറിലേക്ക് തന്നെ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്നു. ബോർഡറിലായിട്ട് ഇതാ ഒരു പീച്ച് ഷെയ്ഡിലേക്കാണ് ബോർഡർ കൊടുത്തേക്കുന്നത്. ആൻഡ് എൻഡിലായിട്ട് ഇങ്ങനെ വരുന്നു. അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയും ടോപ്പുമാണ്. ഇതിൻ്റെ എല്ലാ കളേഴ്സും ഒരെണ്ണം നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും ഇതിനകത്ത് ഏതെടുക്കുന്ന ഉറപ്പാണ്. ദ ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ കുറേ പേരൊക്കെ പുതിയ കളക്ഷൻസ് വരുമ്പോൾ ഫോട്ടോ അയച്ചു തരാമെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാണ് ഫോട്ടോ അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പാക്കറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ കാണുമായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മിസ്സാക്കാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റിൻ്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 2200. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനാണെങ്കിൽ സ്ക്രീൻ കൊടുത്തിട്ട് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളാം. വാട്സപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ ഇവിടെ ഇട്ടിട്ട് പോകാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള പുതിയ കളക്ഷൻസ് ഓൺ ദ വേ ആണ്. മിസ്സാക്കാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പോകുമ്പോഴും. എന്നോട് കുറേ പേര് വന്ന് പറയും ഇത് വരുമ്പോൾ ഒന്ന് പറയാമോ, ഇത് വരുമ്പോൾ ഒന്ന് പറയാമോ എന്ന് വെച്ചാൽ കുറേ പേര് പറഞ്ഞിട്ട് പോകും. പക്ഷെ ഞാൻ അവരോട് ഇപ്പം ഞാൻ പറയാറുണ്ട്, ഞാൻ ഓർക്കില്ല. കാരണം നമുക്ക് ഒരുപാട് പേര് പല ഫാബ്രിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കില്ല. നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ ഓർഡേഴ്സ് എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് എന്താണ് വീഡിയോസ് വരുന്നത് നോക്കിയിരിക്കുക. അതിനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് പോകുക. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടിട്ട് പോകാം. നെയിമും പ്ലേസും ഒക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്പർ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് വഴി നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നതാണ്. അതാണ് പേഴ്സണലായിട്ട് എല്ലാവരെയും ഓരോരുത്തരെയും ഒന്ന് അറിയിക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. പുതിയ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീണ്ടും കാണാം. ബൈ.